ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഏറുകൾ കൊള്ളുമ്പോൾ മുഴുവനും കൊള്ളണം. കറുത്തവരുടെ വിമോചന നായകൻ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു. ആരോ ഒരാൾ തൻ്റെ ഷൂ എടുത്ത് അദ്ദേഹത്തിൻ്റെ നേരെ എറിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ദേഹത്തു തന്നെ കൊണ്ടു. പടുന്തനെ സദസ്സ് നിശബ്ദമായി. മാർട്ടിൻ ലൂതർ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ആ ഷൂ കുനിഞ്ഞെടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ഷൂ വാങ്ങാനുള്ള കഴിവില്ലെന്നറിഞ്ഞ ഏതോ ഒരു ഉദാരമതി ഈ ഒരു ഷൂ എനിക്ക് എറിഞ്ഞു തന്നിരിക്കുകയാണ്. ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നെനിക്കൊരു പരാതിയുണ്ട്. അതുകൊണ്ട് മറ്റേ ഷൂ കൂടി എനിക്ക് എറിഞ്ഞു തരാനുള്ള അങ്ങയുടേതായ മനസ്സ് കാണിക്കണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. സദസ്സ് ജനം ആർത്ത് ചിരിച്ചു. ഒപ്പം കുറേ അധിക നേരം നീണ്ടുനിന്ന കയ്യടിയും ഉയർന്നു. അതിനിടയിലൂടെ ഒരു കാലിൽ ഷൂ മാത്രം ധരിച്ച ഒരാൾ ഞൊണ്ടി ഞൊണ്ടി തലകുനിച്ച് വിളറിയ മുഖത്തോടെ പുറത്തേക്ക് ധൃതിയിൽ പോയി. സുഹൃത്തുക്കളെ, ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ് ഏറുകൾ കൊള്ളേണ്ടി വരും. അവഹേളനങ്ങളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും കളിയാക്കലുടെയും ഏറുകൾ നമ്മുടെ ശരിക്കു വേണ്ടി നെഞ്ചുറപ്പോടെ നിവർന്നു നിൽക്കുമ്പോൾ അതിനെ എതിർക്കുന്നവരെക്കാൾ ഉച്ചത്തിൽ നമുക്കത് വിളിച്ചു പറയേണ്ടി വരും. ചിലർക്കെങ്കിലും അത് വല്ലാത്തൊരു ചങ്കിൽ കൊള്ളുമ്പോൾ അവർ നമ്മളെയും നമ്മുടെ ആശയത്തെയും അടിച്ചമർത്താൻ ഇതുപോലുള്ള ബലിഷ്ഠമായ ചെയ്തികൾ തുടരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ചെയ്തതുപോലെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് എന്താണോ എറിഞ്ഞു കിട്ടിയത് അത് ഒരു കളിയാക്കലാകാം, ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമമാകാം, അല്ലെങ്കിൽ ഒരു മോശമായ പരാമർശമാകാം. ഏതാണെങ്കിലും ശരി, അവരോട് പറയണം, കഴിയുമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഉച്ചത്തിൽ ഉറക്കെ എന്നെ ഒറ്റപ്പെടുത്തണം. കഴിവിൻ്റെ പരമാവധി നിങ്ങൾ കളിയാക്കുകയും അവഹേളിക്കുകയും ചെയ്യണം. ഓരോ കളിയാക്കലുകളും അവഹേളനങ്ങളും എൻ്റെ വിജയത്തിലേക്കുള്ളതായ ചവിട്ടുപടിയാക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. പരിഹാസത്തിൻ്റെ അതിർവരമ്പുകൾ പലതും ഹനിക്കപ്പെടുമ്പോൾ ആ പരിഹസിക്കപ്പെടുന്നവൻ കുറച്ചൊന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ സമൂഹത്തിൽ അറിയപ്പെടുന്നവനാകാൻ അത് കാരണമാകും. ഏറുകൾ കൊള്ളേണ്ടി വരുന്നവൻ കൊള്ളുക തന്നെ ചെയ്യണം. നന്നായിട്ട് തന്നെ അത് ആസ്വദിക്കുകയും വേണം. എന്നിട്ട് അത് ചെയ്യുന്നവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയണം, നിങ്ങളുടെ ഈ ചെയ്തികളുണ്ടല്ലോ എൻ്റെ ജീവിത വിജയത്തിനുള്ള ചവിട്ടുപടികളാക്കാൻ നിങ്ങൾ എന്നെ സഹായിച്ചതിൽ നിങ്ങൾക്ക് നന്ദി.